ടീച്ചറുടെ ഹൃദയവേദന ഉണ്ടാക്കരുത് ഇങ്ങനെ ഈ കാര്യത്തിൽ. ടീച്ചർക്ക് എല്ലാ അസംതൃപ്തി ഉണ്ടെന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. നല്ല അസംതൃപ്തി ഉണ്ട് ടീച്ചർക്ക്. ഞാൻ ടീച്ചർ പറഞ്ഞു, ടീച്ചറെ നിങ്ങൾ നിൽക്കരുത്, അവിടെ ജയിക്കില്ല, പിന്നെ എന്തിനാ തോൽക്ക് സ്ഥലത്ത് പോയി നിൽക്കുന്നത്. ശൈലജ ടീച്ചർ മത്സരിക്കാൻ പാടില്ലായിരുന്നു. കാരണം ശൈലജ ടീച്ചർ വലിയ ഭൂരിപക്ഷത്തിൽ ജയിച്ച മണ്ഡലമാണ് മട്ടന്നൂർ. ടീച്ചറെ MLA ആക്കണമെന്നുണ്ടെങ്കിൽ അവിടെ തന്നെ തുടരാൻ അനുവദിച്ചാൽ മതിയല്ലോ. ഇനി അല്ല മണ്ഡലം മാറണമെന്നുണ്ടെങ്കിൽ തളിപ്പ മണ്ഡലം കൊടുക്കാം, അല്ല പയ്യൻ്റെ മണ്ഡലം കൊടുക്കാം, ഏത് മണ്ഡലം കൊടുക്കാമല്ലോ കൊണ്ട് ജയിക്കാൻ പറ്റുന്നത്. എന്നിട്ട് ആ ടീച്ചർ കൊടുത്തത് എവിടെയാണ്? KPC പ്രസിഡന്റ് മത്സരിക്കുന്ന പാർട്ടിക്ക് ജയിക്കാൻ യാതൊരു സാധ്യതയില്ലാത്ത പേരാവൂർ മണ്ഡലത്തിലെ ടീച്ചറെ മത്സരിപ്പിക്കുന്നു. അതിൻ്റെ അർത്ഥം എന്താണെന്ന് വെച്ചാൽ ടീച്ചർ ജയിക്കാൻ പാടില്ല എന്നുള്ളതാണ്. അപ്പോൾ ആ നിലയ്ക്ക് ടീച്ചറെ ശരിപ്പെടുത്തതാണ്. ടീച്ചർക്ക് അതിൽ അസംതൃപ്തി ഉണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഞാൻ ടീച്ചർ പറഞ്ഞു, ടീച്ചറെ നിങ്ങൾ നിൽക്കരുത്, അവിടെ ജയിക്കില്ല, പിന്നെ എന്തിനാ തോൽക്ക് സ്ഥലത്ത് പോയി നിൽക്കുന്നത്. MLA ആവണമെന്നുണ്ടെങ്കിൽ ജയിക്കാനുള്ള സ്ഥലമുണ്ടല്ലോ ഇവിടെ. ടീച്ചർക്ക് എല്ലാ അസംതൃപ്തി ഉണ്ടെന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. നല്ല അസംതൃപ്തി ഉണ്ട് ടീച്ചർക്ക്. പാർട്ടി നേതാവാകുമ്പോൾ സ്വാഭാവികമായിട്ട് അത് ഉള്ളിലൊതുക്കി പറയുക എന്നുള്ളതാണുള്ളൂ ടീച്ചറുടെ ഭാഗത്ത് നിന്ന്. ടീച്ചർ അത് പുറത്ത് പറയാൻ ഒരു കമ്മ്യൂണിസ്റ്റ് നേതാവാകുമ്പോൾ സ്വാഭാവികമായിട്ടും അതിൻ്റേതായ വിലക്കുകളുണ്ടാവും. അതുകൊണ്ട് ടീച്ചർ പുറത്ത് പറയില്ല. പക്ഷേ ടീച്ചർ മനസ്സിനെ മതിക്കുന്നുണ്ട്. ടീച്ചറുടെ ഹൃദയവേദന ഉണ്ടാക്കരുത് ഇങ്ങനെ ഈ കാര്യത്തിൽ. ഈ കേരളത്തിൽ വളരെ നല്ല പേരും പ്രശസ്തിയും ഉണ്ടായിരുന്ന ഒരു ടീച്ചർ അവസാനം കൊണ്ടുപോയി തോൽപ്പിച്ചു എന്നൊരു വേദന ടീച്ചറെ സ്നേഹിക്കുന്നവരുടെയും മനസ്സിലുണ്ട്. അത് ഈ പാർട്ടി നേതൃത്വം ചെയ്ത ഏറ്റവും വലിയ ക്രൂരതയാണ് ടീച്ചറോട്. ടീച്ചറെക്കുറിച്ച് നല്ല അഭിപ്രായമാണല്ലോ പൊതുവെ ഉള്ളത്. അപ്പോൾ അങ്ങനെയുള്ളൊരു ടീച്ചറെ തോൽക്കാനിടയാക്കാൻ പാടില്ലായിരുന്നു. അത് പാർട്ടി ടീച്ചറോട് ചെയ്തത് വളരെ ക്രൂരമായ നടപടിയാണെന്നേ ഞാൻ പറയുള്ളൂ.